എത്ര നേരം എന്ന് പറഞ്ഞാളിയാ വെയിറ്റ് ചെയ്യുന്നേ? ടൈം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറഞ്ഞ കേക്കത്തില്ല, ഇരുന്നങ്ങ് മുക്കല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലേ, സമയത്തിന് വരണ്ടേ? എടാ എത്ര വട്ടം നിന്നെ കിടന്ന് വിളിച്ചടാ? ഞങ്ങൾ അന്ന് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാറുണ്ടോ? ഇല്ല. പിന്നെന്തുവാ? റെന്റ് തന്നിട്ട് പോടാ. അണ്ണൻ എപ്പോഴും റെന്റിന്റെ കാര്യമേ ഉള്ളൂ. ഞങ്ങൾ എന്തൊരു ബുദ്ധിമുട്ടിയാ രാവിലെ വെളിയിൽ ബാത്റൂമിൽ പോകുന്നതെന്ന് അറിയോ? അതിന് 3 ടോയ്ലറ്റ് അകത്തുണ്ടല്ലോ. അത് രാവിലെ ഈ ക്യൂ ഒക്കെ നിന്നേ വയറിനെ ഒന്ന് ബുദ്ധിമുട്ടിച്ച് ബാത്റൂമിൽ പോകുന്നതിന്റെ സുഖം അത് അകത്തുപോയി കിട്ടത്തില്ല. ഞങ്ങൾ ഈ പാവപ്പെട്ട വീട്ടിലല്ലേ എണ്ണ, ഈ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് ജീവിച്ചില്ലെങ്കിലേ അഹങ്കാരമായി. അന്ന് രണ്ടല്ലേ വേണ്ടുന്നേ? അത് ഇന്നലെ രണ്ടെന്നല്ലായിരുന്നു, ഇന്നൊന്നില്ലല്ലേ, ഇന്നാളവാ. കയ്യും കഴിയും മൂള വന്നിരിക്കോ തിന്നാൻ വേണ്ടി. ഇവിടെ ഒരു വെണ്ടയില്ല. ഇന്നൊരു കാര്യം, ഇന്ന് പുറത്തുനിന്ന് മേടിച്ചോണ്ടോ? പുറത്തുനിന്ന് മേടിച്ചോണ്ടെന്നാൽ മാത്രം മതിയോ? കോരി തരണോ? അയ്യോ അത് വേണ്ട, ചേട്ടനൊരു ബുദ്ധിമുട്ടായാലേ. എന്നാലേ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഹൗസ് ഓണർ വന്നായിരുന്നു, കഴിഞ്ഞ മാസം റെന്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. ഇവട്ട് ആരാന്ന് വെച്ചാൽ കൊടുത്തോ. എനിക്ക് ചോറ് വേണ്ട. പഠിക്കാൻ പോകുന്നവർക്കല്ല, 2 ദിവസമായിട്ട് ജോലിക്ക് പോകാതിരിക്കുന്നവർക്കും കൊടുക്കാം. എങ്കിൽ ഇത് ഞാൻ കൊടുത്തോളാം. കേണാണ്. എടാ നീ എന്ത് വിചാരിച്ചേ എനിക്ക് പൈസ കൊടുക്കാൻ പറ്റില്ല? ഞാൻ ഫോൺ എടുത്ത് നോക്കടാ. ആ ഓക്കെ മോനെ, കിട്ടി. എടാ നീ പൈസ കൊടുത്താ? നീ ആ കൊച്ചുള്ള റൂം വെച്ചിട്ട് എന്നെ നാണം കെടുത്തില്ലടാ. നീ എന്ത് വിചാരിച്ചു നിനക്ക് മാത്രം ജോലിയുള്ളൂ, കൂലിയുള്ളൂ, നിനക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല? ഞാൻ കൊടുത്ത് ഹൗസ് റെന്റ് തന്നില്ലേ, വേറെ വലിയ തേങ്ങ ഒന്നല്ലല്ലോ. എന്നാലും നീ അവൻ്റെ അടുത്ത് അങ്ങനെ പറയണ്ടായിരുന്നു. അളിയാ, ഒരബദ്ധം പറ്റിയതാ. അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ആരെങ്ങനെ കൊച്ചായി കാണല്ലേ. പിന്നെ എനിക്കൊരു 5000 രൂപ വേണം. ഒരു മാസത്തുള്ളിൽ ഞാൻ തിരിച്ചു തരാം. നിന്നെ പ്രതീക്ഷയെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനിൽ നിന്ന് ഒരു 5000 രൂപ മേടിച്ചിട്ട് ഞാൻ മറ്റേ കാര്യം ഡീൽ ചെയ്തു. അവൻ ഇന്ന് കൊടുത്തില്ലെങ്കിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കുള്ളിയാ.